അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. ഇന്ന് രാവിലെ 2 കാറുകളും ബൈക്കും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിൽ റോഡ് വീതി കൂട്ടി വികസിപ്പിച്ചതോടെയാണ് അപകടങ്ങൾ നിത്യസംഭവമാകുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം റോഡുകൾ സംഗമിക്കുന്നത് സൂചിപ്പിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകളും മറ്റ് സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 7:30യോടെയാണ് വീണ്ടും അപകടമുണ്ടായത്. 2 കാറുകളും ഒരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ദിവസവും കാലത്ത് 3 വണ്ടി 4 വണ്ടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് കാലത്ത് 2 കാറും ഒരു ബൈക്കും കൂടി കൂട്ടിയിടിച്ച് ബൈക്കുകാരന്റെ ആയുസിന്റെ വലിപ്പം കൊണ്ടാണ് 2 ആളുകൾ രക്ഷപ്പെട്ടത്. 2 കാറുകളും ആകെ തർപ്പണമായി. ദിവസം ഇത് തന്നെയാണ് പന്നിത്തടം മേഖലയിലെ സ്ഥിതി. ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാന പാതയായ വടക്കാഞ്ചേരി കുന്നംകുളം റോഡും കോഴിക്കോട് എറണാകുളം ബൈപ്പാസ് റോഡായ അക്കിക്കാവ് കേച്ചേരി റോഡുമാണ് പന്നിത്തടം സെന്ററിലൂടെ കടന്നുപോകുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. റോഡുകൾ വീതി കൂട്ടി യാത്രാസൗകര്യം വർദ്ധിച്ചതിനാലും റോഡുകളുടെ സംഗമം അറിയാത്തതിനാലും 4 ഭാഗത്തു നിന്നും അതിവേഗതയിലാണ് വാഹനങ്ങൾ പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിക്കുന്നത്. ഇതേ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് പതിവായിരിക്കുകയാണ്. 4 ഭാഗത്ത് വരുന്ന ആളുകളും മെയിൻ റോഡുകളാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അവർ വരുന്നത്. ഒന്ന് സ്ലോവിൽ വരെ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. അതിന് വേണ്ട സുരക്ഷയും ഒരുക്കിയിട്ടില്ല. അതിനൊരു പരിഹാരം വേണം. റോഡ് അതോറിറ്റി അതുപോലെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ വെച്ച് സിഗ്നലുകളൊക്കെ സ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് അപകടങ്ങളിൽ നിന്ന് ജനങ്ങളെയും യാത്രക്കാരെയും രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളും സ്പീഡ് ബ്രേക്കറും സ്ഥാപിക്കണമെന്ന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും പൊതുപ്രവർത്തകരും പൊതുമരാമത്ത് വകുപ്പിനോടും നിർമ്മാണ ചുമതലയോടെ കിഫ്ബിയോടും നിരന്തരം ആവശ്യപ്പെടുന്നു. എന്നാൽ അധികൃതർ ഇത് ചെവിക്കൊള്ളുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് എപ്പോഴും ആക്സിഡന്റ്. അധികൃതരാണെങ്കിൽ ഒരു കണ്ണു തുറക്കുന്നില്ല. കാരണം സിഗ്നൽ ലൈറ്റ് ഇല്ല, ട്രാഫിക് ബ്ലോക്ക്, വളരെ ബുദ്ധിമുട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് കാൽനട യാത്രക്കാർക്കൊന്നും തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ ധാരാളം അപകടങ്ങൾ നടക്കുന്നത് കൊണ്ട് ഒരുപാട് മനുഷ്യജീവികൾക്ക് ഭീഷണിയാണ്. ആയതിനാൽ വേണ്ടത്ര സംവിധാനങ്ങളായ സിഗ്നലിലെ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. വാഹനങ്ങളുടെ അമിതവേഗം സെന്ററിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്ന നാട്ടുകാർക്കും വ്യാപാരികൾക്കും വിദ്യാർത്ഥികൾക്കും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഉടൻ തന്നെ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ദേശീയപാത 66-ൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ചേറ്റുവയിൽ കാർ ഡിവൈഡറിലിടിച്ച് അപകടം. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. എയർ ബാഗുകൾ പുറത്തു ചാടിയ നിലയിലാണ്. ഗുരുവായൂരിൽ നിന്ന് തൃത്തല്ലൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ദേശീയപാത നിർമ്മാണ കമ്പനി സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കാത്തതാണ് അപകടത്തിന് പ്രധാന കാരണം. രാത്രി സമയങ്ങളിൽ ശക്തമായ മഴയുള്ളപ്പോൾ വാഹനയാത്രക്കാർക്ക് ഡിവൈഡറുകൾ കാണാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ദേശീയപാതയിൽ വഴിവിളക്കുകളില്ലാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ റോഡ് സേഫ്റ്റി വിഭാഗം ഉദ്യോഗസ്ഥർ അടിയന്തരമായി പരിശോധന നടത്തണമെന്നും വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പൊതുപ്രവർത്തകനായ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു.